മുക്കം നഗരത്തിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 3.5 വർഷം പിന്നിട്ടിട്ടും അനങ്ങാപ്പാറ നയം തുടർന്ന് വാട്ടർ അതോറിറ്റി. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA, മുക്കം നഗരസഭ, ജല അതോറിറ്റി എന്നിവർക്കും നവകേരള സദസ്സിലും പരാതികൾ നൽകുകയും നിരവധി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മുക്കം നഗരത്തിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 3 വർഷമായിട്ടും അനങ്ങാതെ വാട്ടർ അതോറിറ്റി. ഇതുമൂലം വ്യാപാരികളും നാട്ടുകാരും വലിയ ദുരിതമാണ് നേരിടുന്നത്. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ വലിയ വില കൊടുത്താണ് നിലവിൽ വെള്ളം പുറത്തുനിന്ന് വാങ്ങുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA, മുക്കം നഗരസഭ, ജല അതോറിറ്റി എന്നിവർക്ക് നിരവധി തവണ പരാതികൾ നൽകുകയും നിരവധി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതിനിടെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് 4 സിറ്റിംഗ് പൂർത്തിയായെങ്കിലും വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും കൃത്യമായി പങ്കെടുക്കാത്ത സാഹചര്യത്തിൽ അതും നീണ്ടുപോവുകയാണ്. 5ാം സിറ്റിംഗ് ഈ മാസം 26-നാണ് നടക്കുക. ഇതിലെങ്കിലും കൃത്യമായി പങ്കെടുത്ത് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അലി അക്ബർ പറഞ്ഞു. കുടിവെള്ളം മുടങ്ങിയതോടെ വലിയ തുകയാണ് ജലത്തിനു വേണ്ടി മുക്കം നഗരത്തിലെ വ്യാപാരികൾ മുടക്കേണ്ടി വരുന്നത്. പലയിടത്തും പൈപ്പുകൾ പൊട്ടുകയും കാലപ്പഴക്കത്തിൽ ദ്രവിച്ചതുമാണ് നഗരത്തിലേക്കുള്ള കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണമായത്. എന്നാൽ ഇത് മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കോടികൾ വിനിയോഗിച്ച് നടത്തിയ മുക്കം നഗര സൗന്ദര്യവൽക്കരണത്തിന് മുൻപ് പൈപ്പുകൾ മാറ്റണമെന്ന് വ്യാപാരികളടക്കമുള്ളവർ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് വാട്ടർ അതോറിറ്റി ഇത് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. നഗര സൗന്ദര്യവൽക്കരണ പ്രവൃത്തി പൂർത്തിയായതിനാൽ റോഡുകൾ വെട്ടിപ്പൊളിക്കാൻ കേരള വാട്ടർ അതോറിറ്റി അനുമതി തേടിയെങ്കിലും കിട്ടിയില്ല. പുതിയ റോഡുകൾ വെട്ടിപ്പൊളിക്കുന്നതിലെ അനൗചിത്യം നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പൊട്ടിയ പൈപ്പുകൾ മാറ്റാതെ നഗരത്തിലേക്കുള്ള കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനും കഴിയില്ല. ഇതോടെ അധികൃതർ തമ്മിലുള്ള ഏകോപനമില്ലായ്മയും ഉദാസീനതയും വീണ്ടും പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലടക്കം അടിയന്തരമായി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ നിവേദനം നൽകിയെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. നവകേരള സദസ്സിന് ശേഷം പ്രശ്നം പരിഹരിക്കുമെന്ന് MLA വ്യാപാരികൾക്ക് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അതും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.